UPSC സിവിൽ സർവീസസ് എക്സാമിനേഷനിലെ പ്രിലിംസ് ഘട്ടത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് CSAT അഥവാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് പാസ്സാവാൻ മാത്തമാറ്റിക്കൽ ജീനിയസിന് മാത്രമാണോ സാധിക്കുക? അല്ല. ഒരു ബേസിക് ലെവൽ മാത്സ് അറിയാവുന്ന ആർക്കും ഈ ഒരു CSAT പാസ്സാവാനായിട്ട് സാധിക്കും. കാരണം UPSCയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് 10th ലെവൽ ബേസിക് ന്യൂമറസി, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെയുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നതെന്ന്. ഒരിക്കലും നമ്മൾ +2 പഠിച്ചിട്ടുള്ള ഡിഫറൻസിയേഷനോ ഇന്റഗ്രേഷനോ പോലെയുള്ള ടോപ്പിക്സ് നമുക്കിവിടെ ആവശ്യമില്ല. ബാങ്ക് തല എക്സാമുകളിലും SSC പോലുള്ള എക്സാമുകളിലും ഉള്ള ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് നമുക്കിവിടെ ആവശ്യവുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഗണിത ശാസ്ത്രത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് വരിക. എന്നാൽ തീരെ താഴ്ന്ന ലെവലിലുമല്ല ഈ ഒരു പരീക്ഷയിലെ മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. CSAT പേപ്പറിന്റെ പ്രത്യേകത അതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. വെറും 33% മാർക്ക് മാത്രമാണ് നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതും ഈ CSAT പേപ്പറിൽ 3 ടോപ്പിക്സ് ആണ് മെയിൻലി വരിക. ഫസ്റ്റ് മാത്തമാറ്റിക്സ്, സെക്കൻഡ് ലോജിക്കൽ റീസണിങ്, ദെൻ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഇങ്ങനെ 3 ടോപ്പിക്കുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ 3 മേഖലകളിലും നിങ്ങൾക്ക് പ്രാവീണ്യം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിൽ 2 കാര്യങ്ങളെങ്കിലും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് CSAT പേപ്പർ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.